ലണ്ടൻ്റെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ മെയിൻ ഐക്കണുമായ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളടങ്ങിയ വീഡിയോ ആണിത്. കൂടെ ലണ്ടൻ ബ്രിഡ്ജും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് എല്ലാവരും ഈ ടവർ ബ്രിഡ്ജിനെ കരുതിയേക്കുന്നത്. എന്നാൽ ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ് നോർമലായ ഒരു ബ്രിഡ്ജാണ്. ലണ്ടൻ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും തമ്മിൽ ഒരു 50 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അതായത് ഈ ടവർ ബ്രിഡ്ജിൻ്റെ നടുവിൽ നിന്ന് ഇരുഭാഗത്തേക്കും തുറക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബ്രിഡ്ജാണിത്. അതായത് വലിയ കപ്പലുകൾ വരുമ്പോൾ ഇരുവശത്തേക്കും ഉയർത്താറാണ് പതിവ്. അടിയിൽ കൂടി കപ്പൽ പോകാൻ വേണ്ടി 86 ഡിഗ്രി വരെ രണ്ട് ഭാഗങ്ങളിലേക്കായി ഇത് പൊങ്ങി നിൽക്കും. അതുപോലെ 1 മിനിറ്റ് കൊണ്ടാണ് ഇത് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം. വളരെ ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ പുരാതന കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതുമായ തേംസ് നദിയാണിത്. ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. ഇവിടെയാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ തേംസ് നദിയുടെ കളർ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അതായത് ഈ നദിയുടെ അടിത്തട്ടിലുള്ള ചെളിയും ചരലും കളിമണ്ണും കൂടി ചേർന്നതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത്. ഈ നദിയിൽ കൂടി റിവർ ക്രൂയിസ് ട്രിപ്പ് നടത്തുന്നുണ്ട്. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ലണ്ടൻ്റെ സൗന്ദര്യം ഫുള്ള് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ വീഡിയോയിൽ മെയിൻ അട്രാക്ഷനായ ലണ്ടൻ ടവർ ബ്രിഡ്ജിനെ കുറിച്ചാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ ലണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണിത്. ഇതിൻ്റെ പേര് ഷാഡ് എന്നാണ്. ഈ ബിൽഡിംഗ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് പോകാൻ ഞങ്ങൾ വൈറ്റ് ചാപ്പൽ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. എന്നിട്ട് ടവർ ഹിൽ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നീട് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ടവർ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 1886 ഏപ്രിൽ 22-നാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 5 കോൺട്രാക്ടർമാരും 432 പണിക്കാരും ചേർന്ന് 8 വർഷം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ടവർ ബ്രിഡ്ജ്. 1894 ജൂൺ 30-ന് ടവർ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. വെയിൽസിലെ രാജാവും രാജ്ഞിയും കൂടിയാണ് ഈ ടവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇതൊരു പാലം മാത്രമല്ല, ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ. ഈ ടവർ ബ്രിഡ്ജിന് മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അവിടേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ടിക്കറ്റ് റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ ടവറിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനുള്ളിലാണ് ഈ പാലം പ്രവർത്തിപ്പിക്കാനുള്ള എഞ്ചിൻ റൂം സ്ഥിതി ചെയ്യുന്നത്. ടവറിൻ്റെ മുകളിലേക്കുള്ള ആകാശപാതയിലേക്കും അതുപോലെ എക്സിബിഷൻ ഹാളിലേക്കുമുള്ള ടിക്കറ്റാണ് ഇവിടെ കിട്ടുന്നത്. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈ പാലത്തിൻ്റെ എഞ്ചിൻ റൂമും കാണാനായിട്ട് സാധിക്കും. പാലത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ടവറുകളെ തമ്മിൽ
കണക്ട് ചെയ്യുന്ന ആകാശപാതയിൽ നടക്കുന്ന വഴിയിൽ ഇരുമ്പിന് പകരം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ 206 സ്റ്റെപ്പ് കയറിയാണ് ഈ ടവർ ബ്രിഡ്ജിന് മുകളിൽ നമ്മൾ എത്തുന്നത്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സൗകര്യവും ഇവിടെയുണ്ട്. അന്ന് ഈ ടവർ ബ്രിഡ്ജ് പണിയുന്ന സമയത്ത് വെള്ളത്തിനടിയിൽ ഇറങ്ങി പണിയുമ്പോൾ ആൾക്കാർ ഇടാൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണിത്. അതായത് സ്വിംസൂട്ട്. വെയിറ്റുള്ള ഹെൽമെറ്റ് വെച്ച് 2 കയറിൽ കൂടി താഴോട്ട് ഇറങ്ങിയാണ് ഇവർ പണിയെടുത്തിരുന്നത്. അന്ന് തന്നെ ഒരു 10ഓളം പണിക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങി പണിയെടുത്തിരുന്ന ആൾക്കാരുടെ ഡ്രസ്സിൻ്റെ വെയിറ്റും അവരുടെ വെയിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് പെയർ ഓഫ് ബൂട്ട്സ് 16.4 kg, അവരുടെ വെയിറ്റ് 39 kg. അതുപോലെ ഡൈവിംഗ് സൂട്ട് 9 kg, അത് ഹെൽമെറ്റിൻ്റെ വെയിറ്റ് 22.6 kg. അങ്ങനെ ടോട്ടൽ 87 kg ആണ് ഉണ്ടായിരുന്നത്. പെർ മിനിറ്റ് വെച്ചിട്ട് അവർക്ക് 10 പൗണ്ടാണ് കൊടുത്തിരുന്നത്. ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അതിൻ്റെ വാളിൽ ഈ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററിയും ഇതിലെ ജോലിക്കാരുടെ പിക്ചേഴ്സും അതുപോലെ ബ്രിഡ്ജ് എന്നാണ് പണിതത്, അതിൻ്റെ ഹൈറ്റ് എത്ര, ലെങ്ത് എത്ര, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ടവർ ബ്രിഡ്ജ് പണിതതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഉദ്ഘാടന ദിവസത്തെ കാഴ്ചകളും വീഡിയോയിൽ കൂടി കാണിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നത് കാണാം. And the reason that we're showing it to you today is because it contains the oldest recording that we have of a bridge lift here at Tower Bridge. That's why we're showing it to you. It's also just various scenes from around London at the time to give you an impression of what the city was like when the bridge first opened up. Hello there guys, please come in. Come in. So the bridge was opened in 1894 after about 8 years worth of construction, and the 4 pictures that you see up here are the 4 gentlemen who were responsible for its construction. So starting on the left you have Sir Horace Jones, he's the man with the beard, and then you have Sir William Arrol, who provided all of the steel that the bridge was built from. Then you have Sir William Armstrong, who provided the steam engines that used to power the bridge lifts. And finally you have Sir John Wolfe Barry, who was the chief engineer of the bridge. He was also the one who saw the construction completed, because Horace Jones died a year into the construction process.
ടവർ ബ്രിഡ്ജിന് മുകളിലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈ ടവർ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂമിലേക്കാണ്. എൻജിൻ റൂം താഴെയാണ് ഉള്ളത്. എൻജിൻ റൂമിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിൻ്റെ ഗിഫ്റ്റ് ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഗിഫ്റ്റുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും.
ടവർ ഓഫ് ബ്രിഡ്ജിനും ലണ്ടൻ ബ്രിഡ്ജിനും ഇടയ്ക്കുള്ള ഒരു ഗാലറിയാണിത്. ഹെയ്സ് ഗാലറി എന്നാണ് ഇതിൻ്റെ പേര്. ഹെയ്സ് ഗാലറിയുടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജും വലത്തോട്ട് പോയാൽ ടവർ ഓഫ് ബ്രിഡ്ജുമാണ് ഉള്ളത്.